ഹായ് 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 ഗായ്സ്, എൻ്റെ പേര് സഞ്ജു കാർത്തികൻ. ഞാൻ ലൈവ് ആർട്ടിസ്റ്റാണ്. ഇൻസ്റ്റഗ്രാമിൽ യൂട്യൂബിൽ കാര്യങ്ങളൊക്കെ ഞാൻ വീഡിയോ ഷോർട്സ് കാര്യങ്ങൾ അപ്ലോഡ് ചെയ്യാറുണ്ട്. റീൽസും ലൈവ് ആൾക്കാർ വരച്ചു കൊടുത്ത് റിയാക്ഷൻ നടക്കുന്ന വീഡിയോസാണ് പ്രധാനമായിട്ട് ചെയ്യാറ്. അപ്പോൾ ഞാൻ ഇന്നൊരു പ്ലാൻ ചെയ്യുന്നത് വെച്ചാൽ എൻ്റെ വീട്ടിലേക്ക് ഒരു ഹോം ടൂർ കൊണ്ടുപോകാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമുക്കെന്തായാലും കണ്ടുനോക്കാം, നോക്കാം വീട്ടിലേക്ക്. സോ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഡു ലൈക്ക്, സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ. കുറേ പേരായി സോഷ്യൽ മീഡിയ എന്നോട് ചോദിക്കുന്നത് വീടൊന്ന് കാട്ടി വരുമെന്ന്. എന്താണെന്ന് വെച്ചാൽ ഞാൻ സോഷ്യൽ മീഡിയയിൽ അത്യാവശ്യം കുറേ പെയിൻറ്റിങ്സിൻ്റെ കാര്യമൊക്കെ ഫോട്ടോ ഒക്കെ പോസ്റ്റ് ചെയ്യാറുണ്ട്, വീഡിയോസ് റീൽസ് കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് കേൾക്കുന്നുണ്ടായിരിക്കാം കുറേ പേര് വീട് കാണണമെന്നൊക്കെ പറയണ്ടായിരുന്നു. അപ്പോൾ നമുക്കൊന്നും ഒരു ഹോം ടൂർ പോവാം. ഇതാണ് നമ്മുടെ വീട്, കണ്ടോ? നമുക്കെന്തായാലും വീട്ടിലേക്ക് വിഷ്വൽസിൻ്റെ ഒന്ന് പോവാം. അച്ഛനെല്ലാവർക്കും അറിയായിരിക്കും, എൻ്റെ അച്ഛൻ്റെ പേര് കാർത്തികേയൻ എന്നാണ് പേര്. പുള്ളി ചിത്രകാരനാണ്. വഴിയെ കാണാം നമുക്ക്. ഈ വീട് ഉള്ളൊരു കലാസൃഷ്ടിയാണെന്ന് തന്നെ പറയാം. ചെറുപ്പകാലം തൊട്ട് ഞാൻ കളിച്ച് വളർന്ന വീടാണ്. പിന്നെ എൻ്റെ പ്രായമാണ് ഈ വീട്. കുറച്ച് നാൾക്ക് മുന്നേ ആ ഒഴിഞ്ഞടക്കുന്ന സ്ഥലത്ത് ഒരു കശുമാവൊക്കെ ഉണ്ടായതാണ്. അച്ഛൻ്റെ അമ്മയുടെയും ഇഷ്ടപ്രകാരമാണ് ഈ കാണുന്ന ഗാർഡൻ കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തത്. മാത്രമല്ല ഇപ്പോൾ വേനൽക്കാലമല്ലേ, അതാണിപ്പോൾ വരണ്ടുണങ്ങി കിടക്കുന്നത്. ഇതാണ് എൻ്റെ അമ്മ. അമ്മയുടെ കുറേ പൂച്ചകൾ. ഇതെൻ്റെ അമ്മ ജ്യോതി കാർത്തികേയൻ. അസാധ്യ കലാകാരിയായ പാട്ടുകാരിയാണ് എൻ്റെ അമ്മ. 2019 അച്ഛൻ്റെ റിട്ടയർമെൻറ്റ് ടൈമിൽ വരച്ച ചിത്രമാണ് ഈ കാണുന്നത്. ഇപ്പോൾ കാണുന്നത് അമ്മയുടെ കൃഷിയാണ് ഈ കാണുന്നത്. രണ്ടായിരത്തി 2019 വരച്ച ചിത്രം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അത് മതിലിന് ഡയറക്റ്റ് ബ്രിക്കും വരച്ചിട്ടുണ്ടത്. അച്ഛൻ ഈ ചിത്രം കംപ്ലീറ്റ് വരയ്ക്കാനായിട്ട് ഒരു ദിവസത്തിന് താഴെയാണ് തോന്നുന്നുണ്ട് എടുത്തേക്കുന്നത്. ഇനിയാണ് നമ്മുടെ വീടിൻ്റെ ബാക്ക് സൈഡിലേക്ക് പോകുന്നത്. വേനൽക്കാലമായോണ്ട് എല്ലാം ഇങ്ങനെ വരണ്ടുണങ്ങി കിടക്കുന്നത്. ഇതാണ് ഞങ്ങളുടെ ആദ്യത്തെ പൂച്ച. ഇതിന് ശേഷം കുറേ പൂച്ചകൾ വന്നുകൊണ്ട് ഇത് ഞങ്ങൾ തള്ളപ്പൂച്ച ഞങ്ങൾ പേരിട്ട്. ഈ കാണുന്നതാണ് അമ്മയുടെ കൃഷി, പയർ. ഞങ്ങളതിൽ പന്തൽ കാര്യങ്ങളൊക്കെ ഇട്ടുണ്ട്. ഇതാണ് പാച്ച് നന്നാക്കി കൊടുക്കുന്നത്. അതാണ് പാച്ചിൻ്റെ കുഞ്ഞുങ്ങളും. പൂക്കളും ചെടികളൊക്കെ അമ്മയുടെ എപ്പോഴും ഒരു വീക്ക്നെസ് ആയിരുന്നു. അതുകൊണ്ടാണ് ഈ കാണുന്നതല്ല. ഗൈസ്, അപ്പോൾ ഇവിടം വരെയുള്ള വിഷ്വൽസ് എല്ലാം കണ്ടില്ലേ? ഇനി നമുക്കകത്തേക്ക് എന്താണെന്നൊക്കെ കണ്ടറിയാൻ നോക്കണം. ഈ കാണുന്ന ചിത്രങ്ങൾ ഭൂരിഭാഗം ചിത്രങ്ങൾ അച്ഛൻ വരച്ചേക്കുന്നത്. അതിൽ ചേട്ടനും ഞാനുമായിട്ട് കുറച്ച് ചിത്രങ്ങൾ ഞങ്ങൾ വരച്ചിട്ടുണ്ട്. പിന്നെ അമ്മയുടെ കൊച്ചു കൊച്ചു ക്രിയേഷൻ.
സ്കൂൾ കാലത്തും കോളേജ് കാലത്തൊക്കെ പടം വരയ്ക്കൊക്കെ അത്യാവശ്യം സമ്മാനം കിട്ടിയിരുന്നു. ഈ കാണുന്ന ട്രോഫീസ് അച്ഛന്, ചേട്ടന്, എനിക്കും കൂടി കിട്ടിയതല്ല. എടുത്തു പറയേണ്ട കാര്യം എന്ന് വെച്ചാൽ ഈ ട്രോഫീസ് കലാപ്രതിഭയും സർഗ പ്രതിഭയും എനിക്ക് കോളേജിൽ വെച്ച് കിട്ടിയതാണ്. ഇത് നമ്മുടെ അച്ചാച്ചനും അമ്മാമ്മയാണ്. മാത്രമല്ല അത് അച്ഛൻ വരച്ചൊരു പെയിൻറ്റിങ് കൂടെയാണ്. ഈ ഒരു പെയിൻറ്റിങ് അച്ഛനെ തന്നെ വരച്ച സെൽഫ് പോർട്രേറ്റാണ്. അതിൻ്റെ അപ്പുറത്തിരിക്കുന്ന എൻ്റെ ചേട്ടൻ അച്ഛനെ വരച്ചേക്കുന്നതാണത്. ഇനി ഇവിടുന്ന് കാണുന്ന പെയിൻറ്റിങ്സ് എല്ലാം അച്ഛൻ്റെ ആണ്. ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ട്രൈപോഡായിരിക്കുന്നത്. ഈ കാണുന്നത് ഞാനൊരു ക്യാമ്പിന് വരച്ചൊരു പെയിൻറ്റിങ്ങാണ്. അച്ഛനായി നിർമ്മിച്ചൊരു കീ ഹോൾഡർ ആയിരിക്കുന്നത്. ഇനി കാണാൻ പോകുന്നതാണ് എൻ്റെ മുറി. ഈ കാണുന്നത് ഞാൻ വരച്ച 2 പെയ്ഡ് ആർട്ട് വർക്കാണത്. ഇനി നമ്മൾ പോകാൻ പോകുന്നത് എൻ്റെ ചേട്ടൻ്റെ മുറിയിലേക്കാണ്. പക്ഷെ ചേട്ടൻ ദുബായിലായതുകൊണ്ട് ഞാനവിടെ കയറി പറ്റി. ഇതാണ് നമ്മുടെ അച്ഛൻ്റെ അമ്മയുടെ മുറി. ഈ മുകളിൽ കാണാൻ പോകുന്ന എല്ലാം അച്ഛൻ്റെ ക്രിയേഷൻ, അച്ഛൻ്റെ വർക്ക്, അച്ഛൻ്റെ കഴിവ്. ഈ പെയിൻറ്റിങ്സ് എല്ലാം പല പല എക്സിബിഷൻ ഹാളിൽ വച്ച പെയിൻറ്റിങ്സാണ്. മാത്രമല്ല ലോകമേ തറവാട് ബിനാലയ്ക്ക് വെച്ച പെയിൻറ്റിങ്സ് കൂടെയാണ് ഇവിടെ ഇരിക്കുന്നത്. ഓരോ പെയിൻറ്റിങ്സിനും അതിൻ്റേതായ ആശയങ്ങൾ അച്ഛൻ കണ്ടെത്തി വരച്ചിട്ടുണ്ടാകും.
ഇനി നമുക്ക് നമ്മുടെ സ്റ്റുഡിയോയിലേക്ക് കയറാം. ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ. ഓപ്പൺ ഏരിയ ആണ്, ബാൽക്കണി. അച്ഛൻ വരച്ചിരിക്കുന്ന അവസാനത്തെ പെയിൻറ്റിംഗ് ആണ് കാണുന്നത്. അദ്ദേഹത്തിന് ഈ ചിത്രം പൂർത്തീകരിക്കാനായിട്ടില്ല. ഇതൊക്കെ ഞാൻ ചെയ്യണ കൊച്ചു കൊച്ചു വർക്കാണ്. ഈ കാണുന്നതാണ് അച്ഛൻ വരച്ച ഞങ്ങളുടെ പഴയ ഫാമിലി ഫോട്ടോ. ആൻഡ് ഈ വർക്കാണ് അച്ഛൻ്റെ വൺ ഓഫ് ദി ബെസ്റ്റ് ആയിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത്. സ്ക്രീനിൽ കാണുന്ന ആ വഴി കൂടെയാണ് എൻ്റെ തറവാട്ടിലേക്കുള്ള വഴി. ഇനി കാട്ടാൻ പോകുന്നത് ബാക്ക് ഏരിയ. ബാക്ക് സൈഡിൽ പ്രധാനമായിട്ട് വെച്ചേക്കുന്നത് ഞങ്ങളുടെ ക്രാഫ്റ്റ് വർക്ക് കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇവിടെ നിന്ന് പ്രധാനമായിട്ട് ചെയ്യാറ്. മാത്രമല്ല വരച്ചിരിക്കുന്ന ഒട്ടുമിക്ക വർക്കുകളും ഇവിടെ തന്നെയാണ് വച്ചിരിക്കുന്നത്. ഈ കാണുന്ന പെയിൻറ്റിങ് എൻ്റെ ചേട്ടൻ വരച്ചേക്കുന്നതാണ്, ഈ ശിവനെ. അതിൻ്റെ അടുത്തായിട്ട് ഞാനൊരു കൃഷ്ണനെയും കൂടി വരച്ചിട്ടുണ്ട്. പക്ഷെ അത് കംപ്ലീറ്റ് ചെയ്യാനായിട്ടില്ല. വർഷങ്ങളോളം പഴക്കമുള്ള പെയിൻറ്റിങ്സാണ് ഈ റോൾ ചെയ്ത് വച്ചിരിക്കുന്നത്. ഇപ്പം നമ്മൾ കയറിക്കൊണ്ടിരിക്കേണ്ട അച്ഛൻ്റെ സ്വർഗമായ ജിമ്മിലേക്കാണ്. ഞങ്ങൾ തന്നെ കൊറോണ ടൈമിൽ പണിതൊരു ജിമ്മാണ്. പ്രധാനമായിട്ട് അച്ഛനാണ് ഇവിടെ വർക്കൗട്ട് ചെയ്യാറ്. അപ്പോൾ ഗായ്സ്, ഇതോടുകൂടി നമ്മുടെ വ്ലോഗ് കഴിഞ്ഞു. അപ്പോൾ ഗായ്സ്, ഇതാണ് എൻ്റെ വീട്. So for more videos, like, subscribe and comment.